ഹലോ അസ്സലാമലൈക്കും. ഞാനിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നെനിക്ക് പുറത്തുള്ള ജോലി കൂടി അതിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചോറൊക്കെ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഫ്ലാസ്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, ചായ കൂടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി ചാറുണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കി അതിനുള്ളൂ. ഇപ്പം മീൻ വറ്റിച്ചത് ഫ്രിഡ്ജിലുണ്ടേനും. അപ്പോൾ ഇന്ന് മുറ്റത്തെ പുല്ലും ഇതൊക്കെ ഒന്ന് പറിക്കണം വിചാരിച്ച്. അപ്പോൾ പരിപ്പ് ഞാൻ വെറുതെ വെള്ളം പാർന്നുകാണ്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഉപ്പ് പറഞ്ഞാൽ കുറച്ചിട്ടിട്ടുള്ളൂ, മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല. വെറുതെ അങ്ങനെ ഒന്ന് വേവിച്ചെടുത്ത് നമ്മൾ പരിപ്പും മുരിങ്ങാക്കായും കൂടിയാണ് ചാറൊക്കെ വിചാരിച്ചുകൊണ്ട്. പിന്നെ ഞങ്ങളിവിടെ സാധാരണ തേങ്ങ അരക്കാതെയാണ് കറി വെക്കൽ കേട്ടോ. പരിപ്പും മുരിങ്ങാക്കായും കറി വെക്കുമ്പോൾ അപ്പോൾ നമുക്ക് മുരിങ്ങാക്കായും ഇതൊക്കെ കൂടിയിട്ട് വേവാളാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിക്ക് മുരിങ്ങാക്കായും ഒരു 4 മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു വല്യുള്ളി വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മറന്ന് നുറുക്കിയതാണ്, കാരണം വെച്ചാൽ തേങ്ങ അരക്കാനുള്ള ഓർമ്മയില്ലാതെ നുറുക്കി കൊടുത്തതാണ്. പിന്നെ ഒരു തക്കാളി, അതിലേക്കുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടിയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് കൂട്ടത്തിൽ കൂടിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അത് ഒന്ന് പിന്നെ കുക്കറിൽ വിസിലടിപ്പിക്കാതെ ഇങ്ങനെ തന്നെ നിന്ന് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉണ്ടായാൽ നമ്മൾ ഉമ്മാക്ക് പരിപ്പിട്ടുകാണ്ട് കറി വെക്കണതിൽ എല്ലാറ്റിലും തേങ്ങ അരക്കണം. അത് ഉമ്മാക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ഉപ്പേരി വെക്കണ മാതിരി ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒറ്റയ്ക്ക് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കാക്ക വന്നുകാണ്ട് പറഞ്ഞത് ഇന്ന് രാത്രി 2 പണിക്കാരുണ്ടാവും, രാത്രി ചോറിന് 2 പണിക്കാരുണ്ടാവും, 3 ഡ്രൈവർമാരുണ്ട്, ഒരാൾ വീട്ടിലേക്ക് പോവും, 2 ആൾ ഇവിടെ താമസിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം ആ സമയം കൊണ്ട് തന്നെ കുറച്ച് ബീട്രൂട്ടും കൂടിയും കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് തേങ്ങ ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ഉപ്പും കൂടി ഇട്ടുകാണ്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തു. പൊടിയാക്കി അരിഞ്ഞതാണ് എങ്കിലും 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന്. ഇനി അതായത് ഇത് വെന്തതിന് ശേഷം നമുക്ക് മറ്റേത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ തന്നെ വെച്ചുകൊണ്ട് ഓഫാക്കുകയാണ്. പിന്നെ പലരും ചോദിക്കണ എന്നോട് നിങ്ങൾക്ക് കറണ്ടിന് പൈസ കൂടൂലെന്ന്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ പിന്നെ അടിക്കാനും തുടക്കാനും മാത്രം ഞാൻ ജസ്റ്റ് പണിയൊക്കെ എടുക്കാനാണെങ്കിൽ തന്നെ അടിച്ചു തുടക്കാൻ കൊടുക്കണ പൈസ തന്നെ നമുക്ക് ആവില്ല കേട്ടോ. ഒരു 2500 റുപ്യ ഒക്കെ നമുക്ക് കറണ്ട് ബില്ലും ഗ്യാസും കൂടിയും മാസത്തിന് വരുള്ളൂ. 2 മാസം കൂടുമ്പോഴല്ലേ കറണ്ട് ബില്ല് വരിക. അപ്പോൾ ഞങ്ങൾക്ക് 3000 ചോടയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും അർജൻറ്റിന് എപ്പോഴും ആരൊക്കെ വിളിച്ചാൽ അങ്ങനെയൊക്കെ കിട്ടുക എന്നല്ലാതെ സ്ഥിരമായിട്ട് ആരുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ആയാലും ലാഭം തന്നെയാണ്. പിന്നെ നമുക്കറിയാം കറണ്ട് അടുപ്പ് പലവട്ടം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ട് ബില്ല് കൂടുക. ഞാൻ ഒരു പ്രാവശ്യം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പല വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതേമാതിരി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആക്കണതിൻ്റെ മുന്നായിട്ട് വേണം നമ്മൾ എല്ലാ ജോലികളും തീർത്തെടുക്കാൻ. പിന്നെ ഇങ്ങനെ കറണ്ട് അടുപ്പ് ഓണാക്കിയാലാണ് നമുക്ക് പൈസ കറണ്ടിന് ബില്ല് കൂടുക. കറണ്ടിൻ്റെ അടുപ്പായാലും മോട്ടറായാലും ഓടാനാണ് നമുക്ക് പൈസ ആവുക. അതിന് ശേഷം ഓടണീനല്ല പൈസ വരിക. പിന്നെ എൻ്റെ അടുപ്പിൻ്റെ പേര് ക്യൂബി എന്നാണ് കേട്ടോ. അത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീട്രൂട്ടും ഇതൊക്കെ കൂടി ഉപ്പേരിയൊക്കെ വേവിച്ചതിന് ഇടയിൽ കൂടെ ഗ്യാസും കഴിഞ്ഞപ്പോൾ എത്ര ആയിട്ടും കറി തിളക്കണില്ല, ഉപ്പേരി ഇതാകണില്ല. ഞാൻ ഇളക്കി കൊടുത്ത് ഇതാകുക എന്നല്ലാതെ. അപ്പോൾ നോക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞാണ്. അപ്പോൾ ഗ്യാസ് കുറ്റി ഒന്ന് മാറ്റി കൊടുത്തു അതിൻ്റെ ഇടയിൽ. ഇനി പപ്പടും പൊരിച്ച് ഇത് രണ്ടും ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഈ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ ചോറുന്ന നേരത്ത് പെട്ടെന്ന് റെഡി ആവുമല്ലോ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പപ്പടം കൂടി പൊരിക്കണത് ഏതായാലും നമുക്ക് താളിക്കാണ്ട്. അപ്പോൾ ഒരൊറ്റ ഇതിൽ തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണയിൽ തന്നെയാണ് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കൂടി ചേർക്കാന്നുള്ള അലക്കാണ് താളിച്ചത്. കുറച്ച് വെണ്ടയ്ക്കും പച്ചമുളക് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ കൂടി ഒന്ന് വഴറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലിട്ടുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കും വേണം. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ താളിച്ചത് ബീട്രൂട്ടുക്കും കറിക്കും ഒഴിച്ചും ചെയ്തു. അപ്പോൾ അതൊന്ന് ഇതിൽ കിടന്നുകാണ്ട് നല്ലോണം ഇളക്കി
കണ്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുള്ളൂ. പിന്നെ വെള്ളം കഴിഞ്ഞപ്പോൾ നമുക്ക് താളിച്ച് കണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ള നിലക്കാണ് പിന്നെ അങ്ങനത്തെ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോഴാണ് കാക്ക കുറച്ച് ആവോലിയായിട്ട് വന്നത്. അപ്പോൾ ഇമ്മ നാളേക്കൊക്കെ കറി വെക്കാമെന്ന് പറഞ്ഞാണ്ട് ഇമ്മ കറി വെച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. തേങ്ങാപ്പാലിൽ അമ്മാൻ്റെ വീഡിയോ കറി പല പ്രാവശ്യം കാണിച്ചതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങണം. മുറ്റത്താണെങ്കിൽ മഴ പെയ്താൽ പുല്ലും ചേരാട്ടിയും എല്ലാം കൂടി ഒരു കഥയിക്കാരം. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുക. നമുക്ക് തോന്നുന്ന സമയത്താണല്ലോ ചെയ്യാൻ കഴിയും. എൻ്റേത് അങ്ങനെയാണ്. ഇന്ന് ചെയ്യണം വിചാരിച്ചാൽ ചില സമയത്ത് ഞാൻ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു ബക്കറ്റിലിട്ട് വെച്ചാൽ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെപ്പോഴാണ് ഞാൻ ഈ പുല്ലും കൂടി ഒന്ന് പറിച്ചാട്ടെ വിചാരിച്ച് പുല്ല് പറിക്കലും മിറ്റടിക്കലും ഒക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം പുല്ല് പറിക്കും, അവിടെ ഉണ്ട് അടിച്ചോരും, അങ്ങനെ ഇട്ടാണ് ചെയ്തത്. അല്ലാതെ ഒന്നായിട്ട് ചെയ്യുമ്പോൾ ഒരു മടുപ്പൈകാരം. അപ്പോൾ കുറച്ച് ഭാഗമായാലും ആ ഭാഗം കൊണ്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ ഈ ഒരു കമ്പി വെച്ചിട്ടാണ് ഞാൻ ഈ അടിയത്തെ പുല്ലൊക്കെ തോണ്ടിയെടുത്തത്. അപ്പോൾ പുല്ല് പറയൊക്കെ കഴിഞ്ഞ് ഏതായാലും 11:45 കഴിഞ്ഞിട്ടുണ്ട് പുല്ല് പറയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന്. അപ്പോൾ ഈ ഡ്രമ്മ് ഇവിടെ മഴവെള്ളം വരുമ്പോൾ ചാടുമ്പോൾ കിട്ടുന്ന വെള്ളമാട്ടത്. അപ്പോൾ അതിൽ നിന്ന് കയ്യും കാലൊക്കെ കഴുകി കണ്ട് അകത്തേക്ക് കയറാൻ നോക്കണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് വെള്ളം എടുത്തന്നെ. പിന്നെ ബാത്റൂം പണിക്കാരെ ബാത്റൂം ജസ്റ്റ് ഒന്ന് കഴുകി. പിന്നെ ഈ ഭാഗം അടിച്ചോരിയത് ഞാൻ ഈ ഓട്ടി കണ്ട് തള്ളി കൊടുത്തേക്കാണ്. എന്നുവെച്ചാൽ അപ്പോൾ അതിൽ കുറച്ച് തോനെ വെള്ളം ഒഴിച്ചാൽ അതങ്ങനെയാണ് പൊയ്ക്കോളും. അപ്പോൾ അങ്ങനെ ഞാൻ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.